കാർഷിക വാർത്തകൾ. ഇറാൻ-ഇസ്രായേൽ സൈനിക നടപടി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ തേയില കയറ്റുമതി ആശങ്കയിൽ. സംഘർഷം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തേയില വില ഏകദേശം 5 മുതൽ 10% വരെ ഇടിഞ്ഞു. ഏകദേശം 350 ലക്ഷം കിലോ തേയിലയാണ് വർഷം ഇന്ത്യ ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയുമാണ് ഇറാൻ. ഇറാൻ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്നത് അസമിൽ നിന്നുള്ള തേയിലയാണ്. കയറ്റുമതിയിലും ഉൽപ്പന്നത്തിന് പണം ലഭിക്കുന്നതിലും വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വം ഇവയുടെ വിൽപ്പനയും വിലയും കുറയാനിടയാക്കും. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള തേയില കയറ്റുമതി 254.67 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. 2023 ഇത് 231.69 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ കാലയളവിൽ ഇന്ത്യയിൽ നിന്നുള്ള തേയില കയറ്റുമതി നേരിയ തോതിൽ ഉയർന്ന് 69.22 ദശലക്ഷം കിലോയിലെത്തിയിരുന്നു. സംഘർഷം പശ്ചിമേഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയോ ചെയ്താൽ വിതരണ ശൃംഖലയെ സാരമായി ബാധിക്കുമെന്ന് കയറ്റുമതിക്കാർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ, ഇറാഖ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ പശ്ചിമേഷ്യൻ വിപണി ഏകദേശം 900 ലക്ഷം കിലോഗ്രാം ഇന്ത്യൻ തേയിലയുടെ ഉപഭോക്താക്കളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലവർഷം നേരത്തെ എത്തിയതോടെ കൊക്കോയ്ക്ക് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നു. കൊക്കോ പരിപ്പ്, പൂപ്പൽ പോലുള്ള വൈറസ് പടർന്ന് കൊഴിഞ്ഞു വീഴുകയാണ്. ഇതോടെ ഹൈറേഞ്ചിലെ കൊക്കോ കർഷകർ പ്രതിസന്ധിയിലായി. കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ കൊക്കോ കൃഷിയിൽ വലിയ നഷ്ടമാണ് കർഷകർ നേരിടുന്നത്. മഴയും വൈറസ് ബാധയും ചേർന്നതോടെ കൊക്കോ പരിപ്പ്, പൂപ്പൽ പോലുള്ള വൈറസ് പടർന്നു കൊഴിഞ്ഞു വീഴുകയാണ്. ഇതോടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉൽപാദനം 50%-ലധികം കുറഞ്ഞിരിക്കുകയാണ്. മറ്റ് കൃഷിയോടൊപ്പം ഇടവിളയായിട്ടാണ് പലരും കൊക്കോ കൃഷി ചെയ്യുന്നത്. ആഴ്ചതോറും വിളവെടുപ്പ് നടത്താമെന്നതിനാൽ മറ്റു വിളകൾക്ക് വിലയിടിഞ്ഞപ്പോൾ കർഷകർക്ക് താങ്ങായി നിന്നത് കൊക്കോയാണ്. കഴിഞ്ഞ വർഷം 1 കിലോഗ്രാം പൾപ്പിന് 190 രൂപ വരെ ലഭിച്ചിരുന്നു. അതേസമയം ഇപ്പോഴത് 75 രൂപയിലും താഴെയാണ്. 90 രൂപയെങ്കിലും ലഭിച്ചാലേ മെച്ചമുള്ളൂവെന്ന് കർഷകർ പറയുന്നു. തനിവിളയായി കൊക്കോ കൃഷി ചെയ്യുന്നവർക്ക് നഷ്ടം ഗുരുതരമാണ്. ഇടവിളയായി കൊക്കോ കൃഷി ചെയ്യുന്നവർക്കും താങ്ങാനാവാത്ത നഷ്ടമാണ് സംഭവിക്കുന്നത്. തഴച്ച തളിരുകൾ പോലും മഴയിൽ വീഴുന്നതോടെ വിളവെടുപ്പിനെയും കയറ്റുമതിയെയും ബാധിക്കുന്നു. കാലവർഷം തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതോടെ കൊക്കോ കർഷകർക്ക് സർക്കാർ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കർഷക സംഘടനകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള സർക്കാരിന്റെ കേര പ്രൊജക്ടിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിക്കായുള്ള ധാരണാപത്രം ഒപ്പുവച്ചു. പദ്ധതിയിലൂടെ കർഷകർക്ക് 200 ലക്ഷം രൂപയുടെ പ്രയോജനം ലഭിക്കും. കേരളത്തിലെ നെൽകൃഷിയിൽ കാർബൺ ബഹിർഗമനം കുറയ്ക്കുവാനും ജലപരിപാലനം മെച്ചപ്പെടുത്താനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന ഗവേഷണ പദ്ധതിക്കാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ലോകബാങ്ക് സഹായത്തോടെ കേരള സർക്കാർ നടപ്പാക്കുന്ന കേര പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഗവേഷണ പദ്ധതി നടപ്പാക്കുന്നത്. ഫിലിപ്പീൻസിലെ അന്താരാഷ്ട്ര റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള കാർഷിക സർവകലാശാല, ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം, കൃഷിവകുപ്പ് എന്നിവർ സഹകരിച്ച് നടത്തുന്ന 200 ലക്ഷം രൂപയുടെ ഈ പദ്ധതി കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യും. ഈ പദ്ധതി കേരളത്തിലെ നെൽകൃഷിയെ കാലാനുസൃതമാക്കുകയും കർഷകർക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതയോടെ മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുകയും ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി ഗവേഷകർക്കും കർഷകർക്കും പരിശീലനം നൽകും. പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് കൃഷിക്കായി നവീന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും ജലവിഭവങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സപ്പോർട്ട് സിസ്റ്റം രൂപപ്പെടുത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാപ്പി കയറ്റുമതിയിലെ കുതിപ്പ് തുടരുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ കയറ്റുമതിയിൽ 125% വർധന. 2014-15 കാപ്പി കയറ്റുമതി ഏകദേശം $800 മില്യൺ ആയിരുന്നു. 2023-24 ഇത് $1.8 ബില്യൺ ഉയർന്നു. 11 വർഷത്തിനുള്ളിൽ 125% വർധനയാണ് കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ കാപ്പി കയറ്റുമതിയിൽ യൂറോപ്പ് ഇപ്പോഴും 1ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ നിന്ന് കാപ്പി ഇറക്കുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിൽ ഇറ്റലി, ജർമ്മനി, ബെൽജിയം, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, കൊറിയ, ജപ്പാൻ എന്നിവ ഉൾപ്പെടുന്നു. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോഫി ബോർഡ് ഓഫ് ഇന്ത്യ സ്വീകരിച്ച നടപടികളാണ് ഇതിന് കാരണമായത്. കർണാടക, കേരളം, തമിഴ്നാട് എന്നിവയാണ് രാജ്യത്തെ പ്രധാന കാപ്പി ഉൽപാദന കേന്ദ്രങ്ങൾ. ഇന്ത്യ പ്രതിവർഷം ഏകദേശം 3.6 ലക്ഷം ടൺ കാപ്പിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ 7ാമത്തെ കാപ്പി ഉൽപാദകരും 5ാമത്തെ വലിയ കയറ്റുമതിക്കാരുമാണ്. കാപ്പി കൃഷിയിലും കയറ്റുമതിയിലും കൂടുതൽ പ്രോത്സാഹനം ലഭിച്ചാൽ വരുമാനത്തിൽ നിന്നും തൊഴിൽ സാധ്യതയിലേക്കും വലിയ കുതിപ്പിന് ഇന്ത്യക്ക് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ അവധി വിലകളിൽ ഉണർവ്. ഡോളർ മൂല്യത്തിന്റെ വ്യത്യാസത്തിൽ ആഗോളതലത്തിൽ കുരുമുളകിന് വിലയിടിഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിൽ മുൻനിര റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ ടാപ്പിംഗ് സ്തംഭിച്ചതോടെ റബ്ബർ അവധി വിലകളിൽ ഉണർവ് കണ്ടു. അതേസമയം ലഭ്യത ചുരുങ്ങിയതിനിടയിലും ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 19,739 രൂപയിൽ നിന്നും 19,573 രൂപയായി താഴ്ന്നാണ് വ്യാപാരം നടന്നത്.
വിനിമയ വിപണിയിൽ ഡോളറിന് മുന്നിൽ യെന്നിന്റെ മൂല്യം 5 ആഴ്ചകളിലെ താഴ്ന്ന നിലവാരത്തിലെത്തിയത് വിദേശ നിക്ഷേപകരെ ചെറിയ തോതിൽ ആകർഷിച്ചത് ജപ്പാനിൽ റബ്ബറിന് കിലോ 305 യെന്നിലേക്ക് ഉയർത്തി. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ 19,950 രൂപയിലും 5ാം ഗ്രേഡ് 19,600 രൂപയിലും വിപണനം നടന്നു. കുരുമുളക് വില ആകർഷമായത് യൂറോപ്യൻ ബയ്യർമാരെ ആകർഷിച്ചു. ഡോളർ മൂല്യത്തിലെ വ്യതിയാനമാണ് അന്താരാഷ്ട്ര മുളക് വില കുറയാൻ ഇടയാക്കിയത്. പല ഉൽപ്പാദന രാജ്യങ്ങളിലും നാണയത്തിന്റെ തളർച്ച സംഭവിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്റ്റോക്കിസ്റ്റുകൾ കുരുമുളക് വിൽപ്പനയ്ക്ക് ഉത്സാഹിച്ചില്ല. ഉത്തരേന്ത്യ ഉത്സവ സീസണിലേക്ക് ഒരുങ്ങുന്നതിനാൽ ഡിമാൻഡ് ഉയരുമെന്ന നിഗമനത്തിലാണ് അവർ. അൺഗാർബിൾഡ് മുളക് വില 658 രൂപ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 141, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 750, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 250, കുരുമുളക് ഗാർബിൾ 67,800, കുരുമുളക് അൺഗാർബിൾ 65,800, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 36,200, കൊപ്ര 24,000, ചുക്ക് 22,500.